തായ്ലൻഡിലെ ഖാവോയായ് നാഷണൽ പാർക്കിൽ അപൂർവമായ ഏഷ്യാറ്റിക് ഗോൾഡൻ ക്യാറ്റിന്റെ ചിത്രം പകർത്തപ്പെട്ടത് അവിടുത്തെ പരിസ്ഥിതി ആരോഗ്യകരമാണെന്നുള്ള സൂചന നൽകുന്നു. നിയർ ത്രെറ്റൻഡ്, അതായത് അപകട സാധ്യതയിലേക്ക് അടുക്കുന്ന വിഭാഗത്തിൽപ്പെടുന്ന ഈ പൂച്ച സംരക്ഷിതമായിട്ടുള്ള ഒരു ജീവിയാണ്. ഇതിനെ അവിടെ കണ്ടത് പാർക്കിലെ ജൈവവൈവിധ്യം സമൃദ്ധമാണെന്നുള്ള കാര്യം വ്യക്തമാക്കുകയാണ്. യുനെസ്കോ ലോക പൈതൃക കേന്ദ്രമായിട്ടുള്ള ഖാവോയായ് നാഷണൽ പാർക്കിൽ 300-ലധികം സസ്തന ജാതികളും 350-ലധികം പക്ഷികളും ജീവിക്കുന്നു. ഇത് ഈ പ്രദേശത്തിന്റെ സമ്പന്നമായിട്ടുള്ള ജൈവ വൈവിധ്യത്തെ തെളിയിക്കുന്നവയാണ്. അപ്പോൾ ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ നോക്കാൻ വേണ്ടി പോകുന്നത് ഏഷ്യാറ്റിക് ഗോൾഡൻ ക്യാറ്റ് എന്ന് പറയുന്ന ഒരു കാട്ടുപൂച്ചയെ പറ്റിയിട്ടുള്ള വിവരങ്ങളാണ്. ഏഷ്യാറ്റിക് ഗോൾഡൻ ക്യാറ്റ് ഏഷ്യയിലെ കാടുകളിലേക്ക് പ്രത്യേകിച്ചും അനുയോജ്യമായിട്ട് പരിണമിച്ചിരിക്കുന്ന ഒരു മധ്യവലുപ്പത്തിലുള്ള കാട്ടുപൂച്ചയാണ്. അതിനെ ടെമ്മിൻഗിന്റെ പൂച്ചയെന്നും ചില പ്രദേശങ്ങളിൽ വിളിക്കാറുണ്ട്. ദക്ഷിണവും തെക്ക് കിഴക്കൻ ഏഷ്യയിലും ഉൾപ്പെടുന്ന വിശാലമായിട്ടുള്ള വനപ്രദേശങ്ങളിലാണ് ഈ അപൂർവ പൂച്ച പ്രധാനമായിട്ടും കാണപ്പെടുന്നത്. രഹസ്യ സ്വഭാവവും മനുഷ്യരോടുള്ള അകലം പാലിക്കുന്ന സ്വഭാവവും കാരണമൊക്കെ ഇവ നേരിട്ട് കാണാൻ വേണ്ടി വളരെ അപൂർവമാണ്. ആദ്യം തന്നെ ഈ കാട്ടുപൂച്ചയെ പറ്റി ചില കൗതുകരമായിട്ടുള്ള വിവരങ്ങൾ നമുക്ക് നോക്കാം. ഏഷ്യാറ്റിക് ഗോൾഡൻ ക്യാറ്റിന്റെ ഏറ്റവും കൗതുകരമായിട്ടുള്ള സവിശേഷതകളൊന്നാണ് അതിന്റെ അസാധാരണമായിട്ടുള്ള രോമവർണ്ണ വൈവിധ്യം. ഒരേ വനപ്രദേശങ്ങളുള്ളിൽ പോലും സ്വർണ്ണ നിറം, ചുവപ്പ്, ചാരനിറം, പുള്ളികളുള്ള രൂപം, പൂർണ്ണമായിട്ടും കറുപ്പ് നിറത്തിലുള്ള മെലാനിസ്റ്റിക് രൂപം വരെ കാണപ്പെടുന്നുണ്ട്. ഇത്രയധികം വർണ്ണവൈവിധ്യം കാണിക്കുന്ന കാട്ടുപൂച്ചകൾ വളരെ അപൂർവമാണ്. ഈ പൂച്ചയെ പല പ്രദേശങ്ങളിലും വ്യത്യസ്തമായിട്ടുള്ള പേരുകളാണ് അറിയപ്പെടുന്നത്. ഫയർ ക്യാറ്റ്, ടെമിൻകിൻ്റെ ക്യാറ്റ്, ഏഷ്യൻ ഗോൾഡൻ ക്യാറ്റ് തുടങ്ങിയ പേരുകൾ ഇതിന് ഉപയോഗിക്കുന്നുണ്ട്. ഫയർ ക്യാറ്റ് എന്ന പേര് ഇതിൻ്റെ ചുവപ്പും സ്വർണ്ണ നിറവും കലർന്ന രോമവർണ്ണത്തിൽ നിന്നാണ് ഉണ്ടായത്. ഏഷ്യാറ്റിക് ഗോൾഡൻ ക്യാറ്റ് മനുഷ്യരെ അതീവമായിട്ട് ഒഴിവാക്കുന്ന ഒരു ജീവിയാണ്. മനുഷ്യർ സ്ഥിരമായിട്ട് സഞ്ചരിക്കുന്ന പ്രദേശങ്ങളിൽ ഇവ വളരെ അപൂർവമായിട്ട് മാത്രമാണ് കാണപ്പെടുന്നത്. ഇതാണ് ഇതിനെക്കുറിച്ചുള്ള വിവരങ്ങൾ വളരെ കുറവായിരിക്കാൻ വേണ്ടിയിട്ടുള്ള ഒരു കാരണം. ഈ പൂച്ചയ്ക്ക് വളരെ വിശാലമായിട്ടുള്ള ഉയരപരിധിയിൽ ജീവിക്കാൻ വേണ്ടിയിട്ടുള്ള കഴിവുണ്ട് എന്നതും വളരെ കൗതുകരമായിട്ടുള്ള കാര്യമാണ്. സമുദ്രനിരപ്പിന് സമീപത്തുള്ള മഴക്കാടുകളിൽ നിന്നും 3000 മീറ്ററിലധികം ഉയരമുള്ള പർവ്വത വനങ്ങൾ വരെ ഇവയെ കണ്ടെത്തിയിട്ടുണ്ട്. ഇത്രയും വ്യത്യസ്ത കാലാവസ്ഥയോട് പൊരുത്തപ്പെടുവാൻ വേണ്ടി കഴിയുന്നതാണ് ഇവയുടെ പരിണാമശേഷിയെ കാണിക്കുന്നൊരു കാര്യമാണ്. ചില പ്രാദേശിക ജനവിശ്വാസങ്ങളിൽ ഏഷ്യാറ്റിക് ഗോൾഡൻ ക്യാറ്റിനെ ശക്തിയുടെയും ധൈര്യത്തിൻ്റെയൊക്കെ പ്രതീകമായിട്ട് കണക്കാക്കിയിരുന്നു. എന്നാൽ മറ്റു ചില പ്രദേശങ്ങളിൽ തെറ്റിദ്ധാരണയുടെ അടിസ്ഥാനത്തിൽ ഇവയെ അപകടകരമായിട്ടുള്ള ജീവിയായിട്ട് കരുതിയതെന്നും ചരിത്രത്തിൽ കാണാൻ വേണ്ടി സാധിക്കും. ഇത്തരം വിശ്വാസങ്ങൾ ചിലപ്പോൾ അനാവശ്യ വേട്ടയ്ക്കും മനുഷ്യ വന്യജീവി സംഘർഷങ്ങൾക്കും ഒക്കെ വഴിവെച്ചിട്ടുണ്ട്. ശാസ്ത്രീയ പഠനങ്ങളിൽ നിന്നും ലഭിച്ച മറ്റൊരു കൗതുകരമായിട്ടുള്ള വിവരം ഈ പൂച്ച പകൽ രാത്രി വ്യത്യാസമില്ലാതെ സജീവമായിരിക്കാൻ വേണ്ടി കഴിവുള്ളവയാണെന്നാണ്. ഭക്ഷ്യലഭ്യതയും മനുഷ്യ സാന്നിധ്യവും അനുസരിച്ച് ഇവയുടെ സജീവത സമയം തന്നെ മാറുന്നുണ്ട്. ഇത് ഈ പരിസ്ഥിതിയോട് എത്രമാത്രം സൗകര്യപ്രദമായിട്ട് ഇവ പൊരുത്തപ്പെടുന്നു എന്നതിൻ്റെ തെളിവാണ്. ഇനി ഏഷ്യാറ്റിക് ഗോൾഡൻ ക്യാറ്റിന്റെ ശാരീരിക സവിശേഷത അല്ലെങ്കിൽ ഫിസിക്കൽ ക്യാരക്ടറിസ്റ്റിക്സിനെ പറ്റി നമുക്ക് കൂടുതലായിട്ട് വിശദമായിട്ട് നോക്കാം. ഏഷ്യാറ്റിക് ഗോൾഡൻ ക്യാറ്റ് ഏഷ്യൻ വനപ്രദേശങ്ങളിലെ ഒരു ശ്രദ്ധേയമായിട്ടുള്ള മധ്യവലുപ്പത്തിലുള്ള കാട്ടുപൂച്ചയാണ്. അതിൻ്റെ ശരീരഘടന, രോമവർണ്ണ വൈവിധ്യം, ചലനക്ഷമത എന്നിവയെല്ലാം തന്നെ കാടുകളിലെ വേട്ടയ്ക്കും രഹസ്യ ജീവിതത്തിന് അത്യന്തം അനുയോജ്യമായ രീതിയിലാണ് രൂപപ്പെട്ടിരിക്കുന്നത്. ശരീര വലുപ്പത്തിൻ്റെ കാര്യത്തിൽ ഈ പൂച്ചയ്ക്ക് സാധാരണയായിട്ട് 90 മുതൽ 105 സെൻറ്റിമീറ്റർ വരെ നീളം കാണപ്പെടുന്നുണ്ട്. സെൻറ്റിമീറ്റർ വരെ ശരീര നീളം കാണപ്പെടുന്നു. ഇതിനൊപ്പം 45 മുതൽ 60 സെൻറ്റിമീറ്റർ വരെ നീളമുള്ള വാലുണ്ട് ഇവയ്ക്ക്. വാൽ കട്ടിയുള്ളതും അറ്റത്ത് വട്ട ആകൃതിയിലുള്ളതുമാണ്. ഓടിക്കൊണ്ടിരിക്കുമ്പോഴും ചാടുമ്പോഴും ഒക്കെ ശരീര സമതുലനാവസ്ഥ നിലനിർത്താൻ വേണ്ടി ഇത് സഹായിക്കുന്നുണ്ട്. ഭാരം സാധാരണയായിട്ട് 9 മുതൽ 16 കിലോഗ്രാം വരെ ആയിരിക്കും. ചില മേൽ പൂച്ചകൾക്ക് ഇതിലും കൂടുതൽ ഭാരം ഉണ്ടായേക്കാം. ഈ കാട്ടുപൂച്ചയുടെ ശരീരം ശക്തവും പേശിബലമുള്ളതാണ്. കാലുകൾ മിതമായിട്ടുള്ള നീളമുള്ളതും കട്ടിയുള്ളതും ആയതിനാൽ തന്നെ കാടിനുള്ളിലെ കഠിനമായിട്ടുള്ള ഭൂഭാഗങ്ങളിലൊക്കെ കുത്തനെ കയറി ഇറങ്ങാനൊക്കെ ഇവയ്ക്ക് കഴിവുണ്ട്. പാദങ്ങളിൽ കൂർത്ത പിൻവലിക്കാൻ കഴിയുന്ന നഖങ്ങൾ, സാധാരണ പൂച്ചയെപ്പോലെയുള്ള നഖങ്ങൾ വേട്ട പിടിക്കാൻ വേണ്ടിയും മരങ്ങളിൽ കയറാൻ വേണ്ടിയും അത്യന്തം സഹായകരമാണ്. പാദങ്ങളുടെ അടിഭാഗം മൃദുവായതിനാൽ തന്നെ ശബ്ദമില്ലാതെ നീങ്ങാൻ വേണ്ടി ഇവയ്ക്ക് സാധിക്കും. ഏഷ്യാറ്റിക് ഗോൾഡൻ ക്യാറ്റിൻ്റെ ഏറ്റവും ശ്രദ്ധേയമായിട്ടുള്ള ശാരീരിക സവിശേഷത അതിന് വളരെയധികം വൈവിധ്യമുള്ള രോമവർണ്ണങ്ങളാണ്. സാധാരണയായിട്ട് സ്വർണ്ണ തവിട്ട് അല്ലെങ്കിൽ ചുവപ്പ് നിറത്തിലുള്ള രോമമാണ് ഇവയ്ക്ക് കാണപ്പെടുന്നത്. എന്നാൽ ചില പ്രദേശങ്ങളിൽ ചാരനിറം, ഇരുണ്ട നിറം, പുള്ളികളുള്ള രൂപം, പൂർണ്ണമായിട്ടും കറുപ്പ് നിറത്തിലുള്ള മെലാനിസ്റ്റിക് രൂപം വരെ കാണപ്പെടുന്നുണ്ട്. ഈ വർണ്ണവൈവിധ്യം കാടുകളിലെ വിവിധ വെളിച്ച നിഴൽ സാഹചര്യങ്ങളിൽ മറഞ്ഞു നിൽക്കാൻ അതൊരു ക്യാമഫോഗ് ആയിട്ട് ഇവ സഹായിക്കുന്നുണ്ട്. രോമം ചെറുതും കട്ടിയുള്ളതുമായതിനാൽ തന്നെ ഈർപ്പം കൂടിയ വനപരിസ്ഥിതിയിലും ശരീരത്തെ ഇവ സംരക്ഷിക്കുന്നുണ്ട്. മുഖഘടനയും ഈ പൂച്ചയുടെ തിരിച്ചറിയലിന് പ്രധാനമായിട്ടുള്ള പങ്ക് വഹിക്കുന്നുണ്ട്. തല വട്ടാകൃതിയിലുള്ളതും ചെവികൾ ചെറുതും വൃത്താകൃതിയിലുള്ളതുമാണ്. ചെവികളുടെ പിൻഭാഗം സാധാരണയായിട്ട് കറുപ്പായിരിക്കും.
അതിനുമേൽ വെളുത്ത പുള്ളികൾ കാണപ്പെടുകയും ചെയ്യുന്നു. ഇത് മറ്റു പൂച്ചജാതികളിൽ നിന്നും ഇവയെ വേർതിരിക്കാൻ വേണ്ടി സഹായിക്കുന്ന ഒരു പ്രത്യേകമായിട്ടുള്ള ലക്ഷണമാണ്. കണ്ണുകൾ വലുതും മഞ്ഞയോ പച്ചയോ കലർന്ന നിറത്തിലുള്ളതാണ്. കുറഞ്ഞ വെളിച്ചത്തിൽ പോലും വ്യക്തമായിട്ട് കാണാൻ അനുയോജ്യമായിട്ടുള്ള രീതിയിലാണ് ഇവ രൂപപ്പെട്ടിരിക്കുന്നത്. മൂക്കിന് ചുറ്റും കറുത്ത രേഖകളും കണ്ണുകളുടെ ചുറ്റും വെളുത്ത അടയാളങ്ങളും സാധാരണയായിട്ട് കാണാം. പല്ലുകളും താടിയും ശക്തമായതാണ്. കൂർത്ത കാൻഡയും പല്ലുകൾ ചെറുതും മിതമായ വലുപ്പമുള്ളതായിട്ടുള്ള ഇരയെ പെട്ടെന്ന് പിടിച്ച് കീഴടക്കാൻ വേണ്ടി സഹായിക്കുന്നുണ്ട്. താടിയിലെ ശക്തമായിട്ടുള്ള പേശികൾ മാംസം മുറിക്കാൻ വേണ്ടിയും അസ്ഥികൾ ചതയ്ക്കാൻ വേണ്ടിയും അനുയോജ്യമാണ്. മൊത്തത്തിൽ നോക്കുകയാണെങ്കിൽ ഏഷ്യാറ്റിക് ഗോൾഡൻ ക്യാറ്റിൻ്റെ ശാരീരിക സവിശേഷത എല്ലാം തന്നെ ഒരു കാര്യത്തിലേക്കാണ് നമ്മളെ വിരൽച്ചുകൊണ്ടത്. വനത്തിനുള്ളിൽ ഒരു കാര്യക്ഷമമായിട്ടുള്ള വേട്ടക്കാരനും രഹസ്യ ജീവിയും എന്ന നിലയിൽ ശരീരബലം, ചലനക്ഷമത, രോമവർണ്ണ വൈവിധ്യം എന്നിവ ചേർന്നാണ് ഈ അപൂർവ ഏഷ്യൻ കാറ്റിനെ അതിൻ്റെ ആവാസ വ്യവസ്ഥയിൽ അത്രത്തോളം വിജയകരമാക്കിയ ഒരു ജീവിയാക്കുന്നത്. ഇനി ഇവയുടെ ആവാസ വ്യവസ്ഥ അല്ലെങ്കിൽ ഹാബിറ്റൻറ്റുമായിട്ട് ബന്ധപ്പെട്ട വിശദമായിട്ട് നമുക്ക് നോക്കിക്കഴിഞ്ഞാൽ വിവിധ തരത്തിലുള്ള വനപരിസ്ഥിതിയോട് അത്യന്തം നന്നായിട്ട് പൊരുത്തപ്പെട്ട ഒരു കാട്ടുപൂച്ചയാണ്. അതിൻ്റെ ആവാസ വ്യവസ്ഥയുടെ വൈവിധ്യവും വ്യാപ്തിയും ഒക്കെ ഈ ജീവിയുടെ അനുയോജ്യ പരിണാമശേഷിയെ വ്യക്തമാക്കുന്നുണ്ട്. മനുഷ്യ ഇടപെടൽ കുറവുള്ള സമൃദ്ധമായിട്ടുള്ള സസ്യാവരണമുള്ള പ്രദേശങ്ങളാണ് ഇവയ്ക്ക് ഏറ്റവും അനുയോജ്യം. ഈ പൂച്ചയെ പ്രധാനമായിട്ടും ദക്ഷിണവും തെക്ക് കിഴക്കൻ ഏഷ്യയും ഉൾപ്പെടുന്ന മേഖലകളിലാണ് കാണപ്പെടുന്നത്. ഇന്ത്യയുടെ വടക്ക് കിഴക്കൻ സംസ്ഥാനങ്ങളായിട്ടുള്ള ഭൂട്ടാൻ, നേപ്പാൾ, മ്യാൻമാർ, തായ്ലൻഡ്, ലാവോസ്, കംബോഡിയ, വിയറ്റ്നാം, മലേഷ്യ, ഇന്തോനേഷ്യ, ചൈനയുടെ തെക്കൻ പ്രദേശങ്ങൾ എന്നിവിടങ്ങളിലാണ് ഇതിൻ്റെ സാന്നിധ്യം രേഖപ്പെടുത്തിയിട്ടുള്ളത്. ഈ വിശാലമായിട്ടുള്ള ഭൂമിശാസ്ത്രപരമായിട്ടുള്ള വ്യാപ്തി തന്നെ ഇവയുടെ ആവാസ വ്യവസ്ഥ സൗകര്യങ്ങളെ വ്യക്തമാക്കുന്നവയാണ്. ഏഷ്യാറ്റിക് ഗോൾഡൻ ക്യാറ്റ് സാധാരണയായിട്ട് ഉഷ്ണമേഖലാ മഴക്കാടുകൾ, ഇലവീഴുന്ന കാടുകൾ, അർദ്ധ എവർഗ്രീൻ വനങ്ങൾ, ബാംബു വനങ്ങൾ കൂടാതെ പർവ്വത വനപ്രദേശങ്ങൾ എന്നിവിടങ്ങളിലാണ് ജീവിക്കുന്നത്. സമുദ്രനിരപ്പിൽ നിന്നും ഏകദേശം 3000 മീറ്റർ വരെ ഉയരത്തിലുള്ള പ്രദേശങ്ങളിൽ പോലും ഇവയെ കണ്ടെത്തിയിട്ടുണ്ട്. ഇത്തരം ഉയര വ്യത്യാസങ്ങൾ സഹിക്കാനുള്ള കഴിവ് ഈ ജീവിയുടെ പരിസ്ഥിതി അനുസരണ ശേഷിയെ കാണിക്കുന്നുണ്ട്. കാടിൻ്റെ ഉൾഭാഗത്തുള്ള കനത്ത സസ്യാവരണവും ഇലകളാൽ മൂടിയ നിലയ്ക്കും ഇവയ്ക്ക് ഏറെ പ്രാധാന്യമാണ്. ഇത്തരത്തിലുള്ള പ്രദേശങ്ങൾ വേട്ടയ്ക്കും ഒളിച്ചിരിക്കാനും ഒക്കെ സുരക്ഷിതമായിട്ടുള്ള ഗതാഗത പാതകൾ സൃഷ്ടിക്കാൻ വേണ്ടിയൊക്കെ സഹായിക്കുന്നു. വലിയ തുറസ്സായിട്ടുള്ള പ്രദേശത്തേക്കാൾ അടഞ്ഞ നിഴൽ കൂടുതലുള്ള വനഭാഗങ്ങളാണ് ഇവയ്ക്ക് കൂടുതൽ സമയം ചെലവഴിക്കാൻ വേണ്ടി ഇഷ്ടം. അതുവഴി മനുഷ്യരുമായിട്ട് നേരിട്ടുള്ള സമ്പർക്കം ഒഴിവാക്കാൻ വേണ്ടിയും ഇതവയെ സഹായിക്കുന്നുണ്ട്. ജലസ്രോതസ്സുകൾക്കും ഏഷ്യാറ്റിക് ഗോൾഡൻ ക്യാറ്റിൻ്റെ ആവാസ വ്യവസ്ഥയിൽ പ്രധാനമായിട്ടുള്ള പങ്കുണ്ട്. നദികൾ, കാട്ടരുവികൾ, ചെറുകുളങ്ങൾ എന്നിവയ്ക്ക് സമീപത്തുള്ള വനപ്രദേശങ്ങൾ ഇവ കൂടുതൽ ഇഷ്ടപ്പെടുന്നു. ഇത്തരം സ്ഥലങ്ങളിൽ ഇരകളുടെ സാന്നിധ്യം കൂടുതലായതിനാൽ തന്നെ ഭക്ഷണ ലഭ്യതയും ഉറപ്പാക്കാൻ സാധിക്കുന്നു. കൂടാതെ ചൂടുകാലങ്ങളിൽ ജലം ലഭ്യമാക്കുന്നത് ഇവയുടെ ജീവൻ നിലനിർത്താൻ വേണ്ടി അനിവാര്യമാണ്. മനുഷ്യവാസ മേഖലയോട് അടുപ്പുള്ള കാടുകളിലും ചിലപ്പോൾ ഇവയുടെ സാന്നിധ്യം രേഖപ്പെടുത്തിയിട്ടുണ്ടെങ്കിലും സാധാരണയായിട്ട് ഇവ മനുഷ്യ ഇടപെടൽ കുറവുള്ള ആന്തരിക വനപ്രദേശങ്ങളെയാണ് മുൻഗണന നൽകുന്നത്. കൃഷിയിടങ്ങൾ, റോഡുകൾ, നഗരവികസനം എന്നിവ മൂലം വനങ്ങൾ തകർന്നു പോകുന്ന ഇവയുടെ ആവാസ വ്യവസ്ഥയെ ഗുരുതരമായിട്ട് ബാധിക്കുന്നു. ആവാസ വ്യവസ്ഥയുടെ വിഭജനം ഇവയുടെ സ്വതന്ത്ര സഞ്ചാരത്തെയും ജനസംഖ്യാ സ്ഥിരതയൊക്കെ പ്രതികൂലമായിട്ട് ബാധിക്കുന്നുണ്ട്. ചുരുക്കത്തിൽ പറഞ്ഞാൽ ഏഷ്യാറ്റിക് ഗോൾഡൻ ക്യാറ്റിൻ്റെ ആവാസ വ്യവസ്ഥ വിശാലവും വൈവിധ്യമാണെങ്കിലും സമ്പൂർണ്ണമായി ആരോഗ്യകരമായിട്ടുള്ള വനപരിസ്ഥിതിയിലാണ് ആശ്രയിക്കുന്നത്. കനത്ത സസ്യാവരണം, ജലലഭ്യത, മനുഷ്യ ഇടപെടലുകൾ കുറഞ്ഞ അന്തരീക്ഷം എന്നിവയാണ് ഈ അപൂർവ കാട്ടുപൂച്ചയുടെ നിലനിൽപ്പിനുള്ള അടിസ്ഥാന ശിലകൾ. അതിനാൽ തന്നെ വനസംരക്ഷണവും ആവാസ വ്യവസ്ഥ സംരക്ഷണവും ഒക്കെ ഏഷ്യാറ്റിക് ഗോൾഡൻ ക്യാറ്റിൻ്റെ ഭാവി നിലനിർത്താൻ വേണ്ടി നിർണായകപരമായിട്ടുള്ള കാര്യങ്ങളാണ്. ഇനി ഇവിടെ ആഹാരമായിട്ട് ബന്ധപ്പെട്ട ഡയറ്റുമായിട്ട് ബന്ധപ്പെട്ട വിശദമായിട്ടുള്ള വിവരങ്ങളിലേക്ക് നമുക്ക് നോക്കുകയാണെങ്കിൽ ഏഷ്യാറ്റിക് ഗോൾഡൻ ക്യാറ്റ് ഒരു മാംസഭോജി കാട്ടുപൂച്ചയാണ്. കാടുകളുടെ ഭക്ഷ്യശൃംഖലയിൽ തന്നെ ഒരു പ്രധാന വേട്ടക്കാരനായിട്ട് നിലകൊള്ളുന്ന ഈ ജീവിയുടെ ആഹാരക്രമം അതിൻ്റെ ശക്തമായിട്ടുള്ള ശരീരഘടനയും രഹസ്യ ജീവിതത്തോടും നേരിട്ട് ബന്ധപ്പെട്ട് കിടക്കുന്നുണ്ട്. വിവിധതരം ഇരകളെ വേട്ടയാടാൻ കഴിയുന്ന അനുയോജ്യമായിട്ടുള്ള കഴിവാണ് ഇതിൻ്റെ ആഹാര വൈവിധ്യത്തിന് കാരണം. ഏഷ്യാറ്റിക് ഗോൾഡൻ ക്യാറ്റിൻ്റെ ഏറ്റവും പ്രധാനമായിട്ടുള്ള ആഹാരം എന്ന് പറയുന്നത് ചെറുതും മിതമായിട്ടുള്ള വലിപ്പമുള്ള സസ്തനികളാണ്. മുയൽ, എലിവർഗ്ഗങ്ങൾ, കാട്ടുപൂച്ച കുട്ടികൾ, ചെറു മാൻ ജാതികൾ, കാട്ടുപന്നിയുടെ കുഞ്ഞുങ്ങൾ എന്നിവ ഇവയുടെ ഭക്ഷണത്തിൽ ഉൾപ്പെടുന്നുണ്ട്. ചില പ്രദേശങ്ങളിൽ ഭക്ഷ്യലഭ്യത ആശ്രയിച്ച് സാധാരണത്തേക്കാൾ വലിപ്പമുള്ള ഇരകളെയും ഇവ ആക്രമിച്ചതായിട്ട് രേഖപ്പെടുത്തിയിട്ടുണ്ട്. സസ്തനികൾക്ക് പുറകെ പക്ഷികളും അവയുടെ ആഹാരത്തിൻ്റെ പ്രധാനമായിട്ടുള്ള ഭാഗമാണ്. നിലത്ത് കൂടുണ്ടാക്കുന്ന പക്ഷികൾ, കാടിനുള്ളിൽ താമസിക്കുന്ന ചെറുപക്ഷികൾ, അവയുടെ മുട്ടകൾ എന്നിവയും ഇവ വേട്ടയാടുന്നു. മരങ്ങളിൽ കയറാൻ വേണ്ടിയും ചാടാൻ വേണ്ടിയും കഴിവുള്ളതിനാൽ തന്നെ മരങ്ങളിൽ താമസിക്കുന്ന പക്ഷികളെയും ഇവ എളുപ്പത്തിൽ പിടികൂടാൻ വേണ്ടി ഇവയ്ക്ക് കഴിയുന്നുണ്ട്. പിന്നെ ഉരകങ്ങൾ ഏഷ്യാറ്റിക് ഗോൾഡൻ ക്യാറ്റിൻ്റെ ആഹാരത്തിൽ ഇടം പിടിക്കുന്നുണ്ട്. പല്ലികൾ, ചെറു പാമ്പുകൾ,
കാട്ടുപരപ്പുകളിലെ മറ്റു ഉരകങ്ങൾ എന്നിവ ഇവ വേട്ടയാടുന്നുണ്ട്. ചില സന്ദർഭങ്ങളിൽ ഉഭയജീവികൾ പോലും, അതായത് ആംബിഫിയൻസ് പോലും ഇവയുടെ ഭക്ഷണത്തിൽ ഉൾപ്പെടാറുണ്ട്. പ്രത്യേകിച്ച് മഴക്കാലത്ത് അവയുടെ ലഭ്യത കൂടുതലായിരിക്കുമ്പോൾ. വേട്ടയാടുന്ന രീതിയിൽ ഈ പൂച്ച ഒളിവിൽ നിന്ന് പെട്ടെന്ന് ആക്രമിക്കുന്ന സ്വഭാവമാണ് പ്രകടിപ്പിക്കുന്നത്. കാടിന്റെ കനത്ത സസ്യാവരണവും നിഴലും ഉപയോഗിച്ച് ഇരയ്ക്ക് അടുത്തേക്ക് ശബ്ദമില്ലാതെ എത്തി ഒരൊറ്റ ചാടലിലൂടെയോ കഴുത്തിൽ കടിയിലൂടെയൊക്കെ ഇവ ഇരയെ കീഴടക്കുകയാണ് പ്രധാനമായിട്ടുള്ള രീതി. ശക്തമായിട്ടുള്ള താടിയും കൂർത്ത ക്യാൻറ്റൈൻ പല്ലുകളും ഇരയെ വേഗത്തിൽ കൊല്ലാൻ വേണ്ടി സഹായിക്കുന്നു. ആഹാരക്രമത്തിൽ പ്രദേശപരമായിട്ടുള്ള വ്യത്യാസങ്ങൾ കാണപ്പെടുന്നുണ്ട്. ഓരോ പ്രദേശത്തുമുള്ള ഇരകളുടെ ലഭ്യത അനുസരിച്ച് അവയുടെ ആഹാരക്രമം മാറുന്നുണ്ട്. ഉദാഹരണത്തിന്, പർവ്വത വനപ്രദേശങ്ങളിൽ ചെറുമാൻജീവികളെയും കാട്ടുമുയലിനെയൊക്കെ പ്രധാന ആഹാരമായിട്ടിരിക്കുമ്പോൾ താഴ്ന്ന മഴക്കാടുകളിൽ പക്ഷികളും ഉരകങ്ങളും കൂടുതലായിട്ട് ഉൾപ്പെടാം. ഈ സൗകര്യപ്രദമായിട്ടുള്ള ഭക്ഷണ സ്വഭാവം ആണ് ഏഷ്യാറ്റിക് ഗോൾഡൻ ക്യാറ്റിനെ വിവിധ പരിസ്ഥിതിയിൽ നിലനിർത്താൻ വേണ്ടി സഹായിക്കുന്നത്. മനുഷ്യവാസ മേഖലയോട് ചേർന്ന കാടുകളിൽ ജീവിക്കുമ്പോൾ ചിലപ്പോൾ വളർത്തുമൃഗങ്ങളായിട്ടുള്ള കോഴി, ആട്, ചെറിയ മൃഗങ്ങൾ എന്നിവയെ ആക്രമിക്കുന്ന സംഭവങ്ങളും റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. ഇതുമൂലം മനുഷ്യ വന്യജീവി സംഘർഷങ്ങൾ ഉണ്ടാവാറുണ്ട്. എന്നിരുന്നാലും അവയുടെ സ്വാഭാവിക ആഹാരം കാട്ടിലെ ഇരകളാണ്. മനുഷ്യരുമായിട്ട് നേരിട്ടുള്ള സംഘർഷം ഇവ സാധാരണയായിട്ട് ഒഴിവാക്കുന്നുണ്ട്. ചുരുക്കത്തിൽ പറഞ്ഞാൽ ഏഷ്യാറ്റിക് ഗോൾഡൻ ക്യാറ്റിന്റെ ആഹാരം അതിന്റെ വേട്ടശേഷി, ശരീരഘടന, പരിസ്ഥിതി അനുസരണ ശേഷി എന്നിവയുടെ പ്രതിഫലനമാണ്. വിവിധ ഇരകളെ ആക്രമിക്കുന്ന ഈ മാംസഭോജി കാട്ടുപൂച്ച വനപരിസ്ഥിതിയിലെ ജീവജാലങ്ങളുടെയൊക്കെ എണ്ണം നിയന്ത്രിച്ച് പരിസ്ഥിതി സന്തുലനാവസ്ഥ നിലനിർത്തുന്നതിൽ നിർണായകമായിട്ടുള്ള പങ്ക് വഹിക്കുന്നു. ഇനി നമുക്ക് ഇതിന്റെ പെരുമാറ്റത്തെ പറ്റി, ബിഹേവിയറിനെ പറ്റി കൂടുതലായിട്ട് നോക്കിക്കഴിഞ്ഞാൽ, ഇതിന്റെ രഹസ്യ സ്വഭാവവും ഏകാന്ത ജീവിത ശൈലിയുമാണ് ഏറ്റവും പ്രധാനപ്പെട്ട പെരുമാറ്റ സവിശേഷതകൾ. മനുഷ്യനോട് വളരെ അകലം പാലിക്കുന്ന ഈ കാട്ടുപൂച്ച കനത്ത വനാവരണമുള്ള പ്രദേശങ്ങളിൽ ഒളിച്ചാണ് കൂടുതലായിട്ട് ജീവിക്കുന്നത്. അതിനാൽ തന്നെ ഇതിന്റെ സ്വാഭാവിക പെരുമാറ്റങ്ങളെക്കുറിച്ചുള്ള വിവരങ്ങൾ ദീർഘകാല നിരീക്ഷണങ്ങളിലൂടെയോ ക്യാമറ ട്രാപ്പിലൂടെയൊക്കെയാണ് കൂടുതലായിട്ട് നമുക്ക് ലഭിച്ചിട്ടുള്ളത്. ഏഷ്യാറ്റിക് ഗോൾഡൻ ക്യാറ്റ് സാധാരണയായിട്ട് ഒറ്റയ്ക്ക് ജീവിക്കുന്ന സോളിറ്ററി ആയിട്ടുള്ള ഒരു ജീവിയാണ്. ഓരോ പൂജയ്ക്കും സ്വതന്ത്രമായിട്ടുള്ളൊരു ടെറിറ്ററി ഉണ്ടായിരിക്കും. ഈ പ്രദേശം മൂത്രമൊഴിക്കൽ, മലമൊഴിക്കൽ, മരങ്ങൾ ചുരണ്ടൽ തുടങ്ങിയ അടയാളങ്ങളിലൂടെ അടയാളപ്പെടുത്തുന്നുണ്ട്. മെയിൽ പൂച്ചകളുടെ പ്രദേശം സാധാരണയായിട്ട് ഫീമെയിലിനേക്കാൾ വലുതായിരിക്കും. ചിലപ്പോൾ പല ഫീമെയിലുകളും പ്രദേശങ്ങളുമായിട്ട് ഒത്തുചേരുന്നതായിട്ടും കാണാൻ വേണ്ടി സാധിക്കും. സജീവതയുടെ കാര്യത്തിൽ ഈ പൂച്ച പകൽ രാത്രി വ്യത്യാസമില്ലാതെ സജീവമായിരിക്കാൻ കഴിവുള്ളവയാണ്, അതായത് കാറ്റമറൽ സ്വഭാവം. എങ്കിലും പല പ്രദേശങ്ങളിലും പുലർച്ചെയും സന്ധ്യാസമയമാണ് ഇവ കൂടുതൽ സജീവമാകുന്നത്. ഇതിലൂടെ ചൂട് ഒഴിവാക്കാൻ വേണ്ടിയും ഇരകളെ എളുപ്പത്തിൽ പിടിക്കാൻ വേണ്ടിയും ഇവയ്ക്ക് സാധിക്കുന്നുണ്ട്. മനുഷ്യ സാന്നിധ്യം കൂടുതലുള്ള പ്രദേശങ്ങളിൽ മനുഷ്യരുമായിട്ട് സമ്പർക്കം ഒഴിവാക്കുന്നതിനായിട്ട് ഇവ കൂടുതൽ രാത്രി സജീവമാകുന്ന പ്രവണതകളും കാണിക്കുന്നുണ്ട്. വേട്ടയാടുന്ന പെരുമാറ്റത്തിൽ ഏഷ്യാറ്റിക് ഗോൾഡൻ ക്യാറ്റ് ഒളിവിൽ നിന്ന് പെട്ടെന്ന് ആക്രമിക്കുന്ന ഒരു വേട്ടക്കാരനാണ്. കാടിന്റെ കനത്ത സസ്യാവരണവും നീളം ഉപയോഗിച്ച് ഇരയ്ക്ക് അടുത്തേക്ക് ശബ്ദമില്ലാതെ എത്തി കൃത്യമായിട്ടുള്ള ചാടലിലൂടെ ഇരയെ പിടികൂടുകയാണ് പതിവ്. വേട്ടയിലെ ക്ഷമതയും സമയക്രമവും ഇവിടെ പ്രധാനമായിട്ടുള്ള ഗുണങ്ങളാണ്. ദീർഘസമയം കാത്തിരുന്ന് ശരിയായ അവസരം ലഭിക്കുമ്പോഴാണ് ആക്രമണം നടക്കുന്നത്. സാധാരണയായിട്ട് നമ്മൾ പൂച്ചകളുടെ സ്വഭാവത്തിൽ ഇത് കാണാറുള്ളതാണ്. സാമൂഹ്യ പെരുമാറ്റത്തിന്റെ കാര്യത്തിൽ ഏഷ്യാറ്റിക് ഗോൾഡൻ ക്യാറ്റുകൾ തമ്മിലുള്ള നേരിട്ടുള്ള ഇടപാടുകൾ വളരെ കുറവാണ്. പ്രജനന കാലത്താണ് മെയിലും ഫീമെയിലും തമ്മിൽ നേരിട്ടുള്ള സമ്പർക്കം സാധാരണയായിട്ട് ഉണ്ടാകുന്നത്. ഈ സമയത്ത് ശബ്ദങ്ങൾ, ഗന്ധചിഹ്നങ്ങൾ എന്നിവ ഉപയോഗിച്ച് തമ്മിൽ ആശയവിനിമയം നടക്കുന്നുണ്ട്. മറ്റു സമയങ്ങളിൽ പരസ്പരം ഒഴിവാക്കുന്ന സ്വഭാവമാണ് കാണിക്കുന്നത്. ശബ്ദങ്ങളും ആശയവിനിമയം ഇവിടെ പെരുമാറ്റത്തിലെ മറ്റൊരു പ്രധാനമായിട്ടുള്ള ഘടകമാണ്. അസാധാരണയായി നിശബ്ദമായിരുന്നാലും ചില സന്ദർഭങ്ങൾ മുരളൽ, കുരയ്ക്കൽ പോലുള്ള ശബ്ദങ്ങൾ, മ്യാവൽ ശബ്ദങ്ങളൊക്കെ ഇവ പുറപ്പെടുവിക്കുന്നതായിട്ട് രേഖപ്പെടുത്തിയിട്ടുണ്ട്. ഇവയുടെ വാൽ ചലനങ്ങളും ശരീരഭാഗങ്ങളും ആശയവിനിമയത്തിനായിട്ട് ഉപയോഗിക്കുന്നുണ്ട്. മരങ്ങൾ കയറുന്ന കഴിവും ഏഷ്യാറ്റിക് ഗോൾഡൻ ക്യാറ്റിന്റെ പെരുമാറ്റത്തിലെ ഒരു പ്രധാനമായിട്ടുള്ള പ്രത്യേകതയാണ്. ഇവ പ്രധാനമായിട്ടും നിലത്തുകൂടി സഞ്ചരിക്കുന്നവരായിരുന്നാലും ആവശ്യമെങ്കിൽ മരങ്ങളിൽ കയറി വിശ്രമിക്കുവാൻ വേണ്ടിയും വേട്ടയാടാനും ഒക്കെ ഇവയ്ക്ക് കഴിയും. അപകട സാഹചര്യങ്ങളിൽ മരങ്ങളിൽ സുരക്ഷിതമായിട്ടുള്ള അഭയസ്ഥലങ്ങളായിട്ട് പ്രവർത്തിക്കുന്നുണ്ട്. മനുഷ്യരോടുള്ള പ്രതികരണത്തിൽ ഈ പൂച്ചകൾ അത്യന്തം ഭീതിയോടും ഒഴിവാക്കൽ സ്വഭാവത്തോടും പെരുമാറുന്നു. മനുഷ്യരെ നേരിട്ട് ആക്രമിക്കുന്ന സംഭവങ്ങൾ വളരെ അപൂർവമാണ്. എന്നാലും ആവാസ വ്യവസ്ഥ തകർക്കുമ്പോഴും ഭക്ഷണ ലഭ്യത കുറയുമ്പോഴും ഒക്കെ മനുഷ്യ മേഖലകളിലേക്ക് അടുത്തു വരേണ്ട സാഹചര്യം ഉണ്ടാവാറുണ്ട്. ഇത് മനുഷ്യ വന്യജീവി സംഘർഷങ്ങൾക്ക് വഴിവെക്കാം. ചുരുക്കത്തിൽ പറഞ്ഞാൽ ഏഷ്യാറ്റിക് ഗോൾഡൻ ക്യാറ്റിന്റെ പെരുമാറ്റം അതിൻ്റെ രഹസ്യ സ്വഭാവം, ഏകാന്ത ജീവിതം, കാര്യക്ഷമമായിട്ടുള്ള വേട്ടശൈലി എന്നിവയായിട്ടുള്ള സംയോജനമാണ്. ഈ പെരുമാറ്റ സവിശേഷതകളാണ് കഠിനമായിട്ടുള്ള വനപരിസ്ഥിതിയിൽ പോലും അപൂർവമായിട്ടുള്ള ഈ കാട്ടുപൂച്ചയെ വിജയകരമായിട്ട് നിലനിർത്താൻ വേണ്ടി സഹായിക്കുന്നത്. ഇനി ഇവയുടെ പ്രജനനം അല്ലെങ്കിൽ റീപ്രൊഡക്ഷനുമായിട്ട് ബന്ധപ്പെട്ട വിവരങ്ങളിലേക്ക് കൂടുതലായിട്ട് നോക്കുകയാണെങ്കിൽ, അതിൻ്റെ രഹസ്യ സ്വഭാവം, ഏകാന്ത ജീവിത ശൈലി മൂലം പ്രജനനവുമായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങൾ പ്രകൃതിയിൽ വിശദമായിട്ട് നിരീക്ഷിക്കുക എന്നത് ബുദ്ധിമുട്ടുള്ള കാര്യമാണ്. എന്നിരുന്നാലും വന്യജീവി പഠനങ്ങൾ
ക്യാമറ ട്രാപ്പുകൾ, സുരക്ഷാ കേന്ദ്രങ്ങളിലെ നിരീക്ഷണങ്ങൾ എന്നിവയുടെ അടിസ്ഥാനത്തിൽ ഈ കാട്ടുപൂച്ചയുടെ പ്രജനന പെരുമാറ്റത്തെക്കുറിച്ച് ചില പ്രധാനമായിട്ടുള്ള വിവരങ്ങൾ ശാസ്ത്രലോകത്തിന് ലഭിച്ചിട്ടുണ്ട്. ഏഷ്യാറ്റിക് ഗോൾഡൻ ക്യാറ്റുകൾ സാധാരണയായിട്ട് ഒറ്റയ്ക്ക് ജീവിക്കുന്നവരായിരുന്നാലും പ്രജനനകാലത്ത് മാത്രമാണ് മെയിലും ഫീമെയിലും തമ്മിൽ സമ്പർക്കം ഉണ്ടാകുന്നത്. ഇവയ്ക്ക് പ്രത്യേകമായിട്ടുള്ള സ്ഥിര പ്രജനനകാലം ഇല്ലെന്ന് തന്നെ കരുതപ്പെടുന്നു. എന്നാൽ പല പ്രദേശങ്ങളിലും ഇരകളുടെ ലഭ്യത കൂടുതലായിട്ടുള്ള കാലഘട്ടത്തിൽ പ്രജനനം കൂടുതലായിട്ട് നടക്കുന്നതായിട്ട് കാണപ്പെടുന്നുണ്ട്. ഇത് കുഞ്ഞുങ്ങൾക്ക് വളരാൻ അനുയോജ്യമായിട്ടുള്ള സാഹചര്യം ഉറപ്പാക്കുന്നു. ഫീമെയിൽ ഏഷ്യാറ്റിക് ഗോൾഡൻ ക്യാറ്റ് പ്രജനനത്തിന് തയ്യാറാകുമ്പോൾ ശബ്ദങ്ങൾ, ഗന്ധചിഹ്നങ്ങൾ, ശരീരഭാഗങ്ങൾ എന്നിവയിലൂടെ മെയിൽ പൂച്ചകളെ ആകർഷിക്കുന്നു. ഈ ഘട്ടത്തിൽ മെയിലും ഫീമെയിലും തമ്മിൽ ചെറിയ സംഘർഷങ്ങളും പിന്തുടരുകളും ഒക്കെ ഉണ്ടാവാറുണ്ട്. വിജയകരമായിട്ടുള്ള കൂട്ടുകെട്ടിന് ശേഷം മെയിൽ പൂച്ചകൾ സാധാരണയായിട്ട് ഫീമെയിൽ പൂച്ചയെ വിട്ടുപോവുകയും കുഞ്ഞുങ്ങളുടെ പരിപാലനത്തിൽ പങ്കാളിയാവുകയും ചെയ്യുന്നു. ഗർഭകാലം ഏകദേശം 75 മുതൽ 80 ദിവസങ്ങൾ വരെ നീളുന്നു. ഗർഭകാലം പൂർത്തിയാക്കിയ ശേഷം ഫീമെയിൽ പൂച്ച സുരക്ഷിതത്വവും ഒളിച്ചിരിക്കാൻ കഴിയുന്നതുമായിട്ടുള്ള സ്ഥലത്താണ് പ്രസവം നടത്തുന്നത്. കനത്ത സസ്യാവരണമുള്ള പ്രദേശങ്ങൾ, പാറക്കുഴികൾ, മരങ്ങളുടെ പൊത്തുകൾ, കാട്ടിനുള്ളിലെ ഗുഹകൾ എന്നിവയിലാണ് സാധാരണയായിട്ട് പ്രസവ സ്ഥലങ്ങളായിട്ട് തിരഞ്ഞെടുക്കുന്നത്. ഒരു പ്രസവത്തിൽ സാധാരണയായിട്ട് 1 മുതൽ 3 വരെയുള്ള കുഞ്ഞുങ്ങൾ ജനിക്കുന്നു. പുതുതായി ജനിക്കുന്ന കുഞ്ഞുങ്ങൾ പൂർണ്ണമായിട്ടും അന്ധരും ബലഹീനരുമായിരിക്കും. അവയുടെ ശരീരം മൃദുവായിട്ടുള്ള രോമം കൊണ്ട് മൂടപ്പെട്ടിരിക്കും. കൂടാതെ അമ്മയുടെ പൂർണ്ണ സംരക്ഷണമാണ് അവർക്ക് ആവശ്യം. ആദ്യ കുറച്ച് ആഴ്ചകൾ അമ്മ കുഞ്ഞുങ്ങളെ വളരെ സൂക്ഷ്മമായിട്ട് ഒളിച്ചു വെച്ചാണ് പരിപാലിക്കുന്നത്. കുഞ്ഞുങ്ങൾക്ക് 4 മുതൽ 6 ആഴ്ചക്കുള്ളിൽ കണ്ണുകൾ തുറക്കുന്നു, ചുറ്റുപാടുകൾ തിരിച്ചറിയാൻ വേണ്ടി തുടങ്ങുകയും ചെയ്യുന്നു. ഈ ഘട്ടത്തിൽ അമ്മ അവരെ ചെറിയ ദൂരത്തിലേക്ക് കൊണ്ടുപോയി പരസ്യമായിട്ട് പരിചയപ്പെടുത്തുന്നു. ഏകദേശം 2 മുതൽ 3 മാസം വരെ കുഞ്ഞുങ്ങൾ അമ്മയുടെ പാലിനെ ആശ്രയിച്ചാണ് ജീവിക്കുന്നത്. പിന്നീട് അമ്മ ചെറിയ ഇരകളെ വേട്ടയാടി കുഞ്ഞുങ്ങൾക്ക് നൽകുകയും വേട്ടയാടാനുള്ള കഴിവുകൾ പഠിപ്പിക്കുകയും ചെയ്യുന്നു. കുഞ്ഞുങ്ങളുടെ വളർച്ചാഘട്ടത്തിൽ അമ്മയുടെ പങ്ക് നിർണായകരമാണ്. 6 മുതൽ 8 മാസം വരെ അമ്മയ്ക്കൊപ്പം കഴിയുന്ന കുഞ്ഞുങ്ങൾക്ക് വേട്ടയാടുവാനും സ്വതന്ത്രമായിട്ട് ജീവിക്കാനുള്ള ആവശ്യമായിട്ടുള്ള കഴിവുകൾ ക്രമേണ കൈവരിക്കുന്നുണ്ട്. അതിനുശേഷം അവർ അമ്മയുടെ പ്രദേശം വിട്ട് സ്വയം പ്രദേശങ്ങൾ തേടി തുടങ്ങുന്നു. ലൈംഗിക പക്വത സാധാരണയായിട്ട് 18 മുതൽ 24 മാസം വരെ പ്രായത്തിനിടയിലാണ് കൈവരിക്കുന്നത്. അതിനുശേഷം അവർക്ക് സ്വയം പ്രജനന ജീവിതം ആരംഭിക്കാൻ വേണ്ടി കഴിയും. വനപ്രദേശങ്ങളിലെ സ്വാഭാവിക സാഹചര്യങ്ങളിൽ ഇവയുടെ പ്രജനന നിരക്ക് വളരെ കുറവായിരിക്കും. അതിനാൽ തന്നെ ജനസംഖ്യയുടെ വർധനവ് മന്ദഗതിയിലാണ് നടക്കുന്നത്. ചുരുക്കി പറഞ്ഞാൽ ഏഷ്യാറ്റിക് ഗോൾഡൻ ക്യാറ്റിൻ്റെ പ്രജനനം അത്യന്തം സൂക്ഷ്മവും പ്രകൃതിയുടെ സമതുലന അവസ്ഥയെ ആശ്രയിച്ചിട്ടുള്ള ഒരു പ്രക്രിയയാണ്. കുറഞ്ഞ കുഞ്ഞുങ്ങളുടെ എണ്ണം, ദീർഘകാല പരിപാലനം, അമ്മയുടെ നിർണായക പങ്ക് എന്നിവ ചേർന്നിട്ടാണ് ഈ അപൂർവ കാട്ടുപൂച്ചയുടെ നിലനിർപ്പിനെ കൂടുതൽ സങ്കീർണമാക്കുന്നത്. അതിനാൽ തന്നെ ആവാസവ്യവസ്ഥ സംരക്ഷണവും മനുഷ്യ ഇടപെടൽ കുറയ്ക്കലും ഈ ജീവിയുടെ വിജയകരമായിട്ടുള്ള പ്രജനനത്തിന് അത്യാവശ്യമാണ്. ഇവിടെ ആയുസ് അല്ലെങ്കിൽ ലൈഫ് സ്പാനുമായിട്ട് ബന്ധപ്പെട്ട കാര്യത്തെപ്പറ്റി നോക്കുകയാണെങ്കിൽ, ഒരു രഹസ്യ സ്വഭാവമുള്ള കാട്ടുപൂച്ച ആയതിനാൽ തന്നെ അതിൻ്റെ ആയുസ്സിനെ കുറിച്ചുള്ള കൃത്യമായിട്ടുള്ള വിവരങ്ങൾ പ്രകൃതിയിലെ നിരീക്ഷണങ്ങളിൽ നിന്ന് സമാഹരിക്കുന്നത് ഏറെ വെല്ലുവിളിയാണ്. എന്നിരുന്നാലും വന്യജീവി പഠനങ്ങൾ, ക്യാമറ ട്രാപ്പ് രേഖകൾ, കൂടാതെ സംരക്ഷണ കേന്ദ്രങ്ങളിലെയും മൃഗശാലയിലേക്ക് വിവരങ്ങൾ എന്നിവയുടെ അടിസ്ഥാനത്തിൽ ഈ അപൂർവ ജീവിയുടെ ആയുസ്സിനെ കുറിച്ചുള്ള ശാസ്ത്രീയമായിട്ടുള്ള ഒരു അവലോകനം ലഭിച്ചിട്ടുണ്ട്. സ്വാഭാവിക വനപരിസ്ഥിതിയിൽ ജീവിക്കുന്ന ഏഷ്യാറ്റിക് ഗോൾഡൻ ക്യാറ്റുകൾ സാധാരണയായിട്ട് 10 മുതൽ 12 വർഷം വരെ ജീവിക്കുന്നതായിട്ട് കരുതപ്പെടുന്നു. കാടുകളിലെ വേട്ട, ജലലഭ്യത, രോഗങ്ങൾ, പരിക്കുകൾ, മറ്റ് വേട്ടക്കാരുമായിട്ടുള്ള സംഘർഷങ്ങൾ തുടങ്ങിയ ഘടകങ്ങൾ അവയുടെ ആയുസ്സിനെ നേരിട്ട് ബാധിക്കുന്നവയാണ്. ആരോഗ്യകരമായിട്ടുള്ള വനപരിസ്ഥിതിയിലാണ് ഇവ കൂടുതൽ കാലം ജീവിക്കാൻ സാധ്യത. ക്യാപ്റ്റിവിറ്റിയിൽ, ഉദാഹരണത്തിന് മൃഗശാലയിലും വന്യജീവി സംരക്ഷണ കേന്ദ്രങ്ങളിലുമുള്ള ഏഷ്യാറ്റിക് ഗോൾഡൻ ക്യാറ്റുകൾ സാധാരണയായിട്ട് 18 മുതൽ 20 വർഷം വരെ ആയുസ് രേഖപ്പെടുത്തിയിട്ടുണ്ട്. സ്ഥിരമായിട്ടുള്ള ഭക്ഷണ ലഭ്യത, വൈദ്യസഹായം, പരിക്കുകളിൽ നിന്ന് സംരക്ഷണം, രോഗ നിയന്ത്രണം എന്നിവയാണ് തടവുശാലയിലെ ഈ ക്യാപ്റ്റിവിറ്റിയിലെ ഇവയുടെ ആയുസ് കൂടുവാനുള്ള കാരണം. ജീവിതത്തിൻ്റെ ഓരോ ഘട്ടത്തിലും ആയുസ്സിനെ ബാധിക്കുന്ന ഘടകങ്ങൾ വ്യത്യാസമാണ്. കുഞ്ഞു കാലഘട്ടത്തിൽ ഭക്ഷണക്കുറവ്, രോഗങ്ങൾ, മറ്റു വേട്ടക്കാരുടെ ആക്രമണം എന്നിവ കാരണം മരണനിരക്ക് കൂടുതലായിരിക്കും. കുഞ്ഞുങ്ങൾക്ക് ആവശ്യമായിട്ടുള്ള സംരക്ഷണം ലഭിക്കാതിരുന്നാൽ തന്നെ അവയുടെ ജീവൻ അപകടത്തിലാകാം. ഈ ഘട്ടത്തിൽ അമ്മയുടെ പങ്ക് അത്യന്തം നിർണായകരമാണ്. യൗവനവും പ്രായപൂർത്തിയായ ഘട്ടത്തിലും അതിൻ്റെ ആയുസ് ഏറ്റവും സ്ഥിരതയുള്ള കാലഘട്ടമാണ്. ഈ ഘട്ടത്തിൽ ശക്തമായിട്ടുള്ള ശരീരഘടനയും വേട്ടയാടൽ ശൈലിയുമൊക്കെ ഇവയെ ജീവൻ നിലനിർത്താൻ വേണ്ടി സഹായിക്കുന്നുണ്ട്. എന്നിരുന്നാലും ആവാസ വ്യവസ്ഥയുടെ തകർച്ച, മനുഷ്യ വന്യജീവി സംഘർഷങ്ങൾ, റോഡ് അപകടങ്ങൾ, അനധികൃതമായിട്ടുള്ള വേട്ട എന്നിവ മൂലം ഈ ഘട്ടത്തിലും മരണസാധ്യത നിലനിൽക്കുന്നുണ്ട്. പ്രായമായ ഘട്ടത്തിൽ പല്ലുകളുടെ ക്ഷയം, വേട്ടശൈലി കുറയൽ, രോഗങ്ങൾ എന്നിവ മൂലം ഇവയുടെ ജീവൻ കൂടുതൽ അപകടത്തിലാകുന്നു.
പ്രായം കൂടുന്നതനുസരിച്ച് വലിയ ഇരകളെ വേട്ടയാടാൻ കഴിയാതെ വരികയും ഭക്ഷണലഭ്യത കുറയുകയൊക്കെ ചെയ്യുന്നത് ആയുസ്സിനെ പരിമിതപ്പെടുത്തുന്നുണ്ട്. ഏഷ്യാറ്റിക് ഗോൾഡൻ ക്യാറ്റിന്റെ ആയുസ് പരിസ്ഥിതി ആരോഗ്യത്തിന്റെ ഒരു സൂചനയായിട്ടും കണക്കാക്കപ്പെടുന്നുണ്ട്. ആരോഗ്യകരമായിട്ടുള്ള വനപ്രദേശങ്ങളിൽ മനുഷ്യ ഇടപെടൽ കുറയുന്ന ഇടങ്ങളിൽ കൂടുതൽ ആയുസ് ലഭിക്കുന്നതായി പഠനങ്ങൾ സൂചിപ്പിക്കുന്നു. മറിച്ച് വനനശീകരണം, ഖനനം, കൃഷി വികസനം തുടങ്ങിയ മൂലം ആവാസ വ്യവസ്ഥ തകർന്ന പ്രദേശത്തിൽ ഇവയുടെ ശരാശരി ആയുസ് കുറയുന്ന പ്രവണത കാണപ്പെടും. ചുരുക്കത്തിൽ നോക്കിയാൽ ഏഷ്യാറ്റിക് ഗോൾഡൻ ക്യാറ്റിന്റെ ആയുസ് അവയുടെ ജൈവശേഷിയോടൊപ്പം തന്നെ വനപരിസ്ഥിതിയുടെ നിലയും മനുഷ്യനോടുള്ള ഇടപെടലുകളെയും ആശ്രയിച്ചിരിക്കുന്നു. ആവാസ വ്യവസ്ഥയുടെ സംരക്ഷണം, അനധികൃത വേട്ട തടയൽ, മനുഷ്യ വന്യജീവി സംഘർഷങ്ങൾ കുറയ്ക്കൽ എന്നിവയാണ് ഈ അപൂർവ ഏഷ്യൻ കാട്ടുപൂച്ചയ്ക്ക് ദീർഘായുസ് ഉറപ്പാക്കാൻ സഹായിക്കുന്ന പ്രധാനമായിട്ടുള്ള ഘടകങ്ങൾ. ഇനി ഇവിടെ ഭീഷണികളും ശത്രുക്കളെയും പറ്റി നമ്മൾ നോക്കുകയാണെങ്കിൽ, വനപരിസ്ഥിതിയിലെ ഒരു പ്രധാന വേട്ടക്കാരനായിരുന്നാലും ഇന്നത്തെ കാലത്ത് നിരവധി പ്രകൃതിദത്ത മനുഷ്യനിർമ്മിതമായിട്ടുള്ള ഭീഷണികൾ ഈ അപൂർവ കാട്ടുപൂച്ചയുടെ നിലനിൽപ്പിനെ ഗുരുതരമായിട്ട് ബാധിച്ചു വരുന്നുണ്ട്. സ്വാഭാവിക ശത്രുക്കളെക്കാൾ കൂടുതൽ മനുഷ്യ ഇടപെടലുകളാണ് ഇവയ്ക്ക് വലിയ അപകടം സൃഷ്ടിക്കുന്നത്. ഏഷ്യാറ്റിക് ഗോൾഡൻ ക്യാറ്റിന് നേരെയുള്ള ഏറ്റവും വലിയ ഭീഷണി ആവാസ വ്യവസ്ഥയുടെ നാശവും വിഭജനവുമാണ്. വനനശീകരണം, കൃഷി വികസനം, ഖനനം, റോഡുകളിലും മനുഷ്യവാസ കേന്ദ്രങ്ങളിലും വ്യാപികൾ തുടങ്ങിയ മൂലം കാടുകൾക്ക് ചെറിയ ഭാഗങ്ങളായിട്ട് തകരുന്നു. ഇതോടെ ഇവയുടെ സഞ്ചാരപാതകൾ തടസ്സപ്പെടുകയും ഭക്ഷ്യലഭ്യത കുറയുകയും പരസ്പര ബന്ധം നഷ്ടപ്പെടുകയൊക്കെ ചെയ്യുന്നു. പിന്നെ അനധികൃത വേട്ട മറ്റൊരു ഗുരുതര ഭീഷണിയാണ്. ചില പ്രദേശങ്ങളിൽ ഈ പൂച്ചയുടെ തൊലിക്കും ശരീരഭാഗങ്ങൾക്കും വേണ്ടി അനധികൃത വന്യജീവി വ്യാപാരത്തിൽ ആവശ്യക്കാരുണ്ട്. പരമ്പരാഗത മരുന്നുകൾക്കായി ശരീരഭാഗങ്ങൾ ഉപയോഗിക്കുന്നതും ഇവയെ വേട്ടയാടാൻ കാരണമാകുന്നു. നിയമപരമായിട്ട് സംരക്ഷിത ജീവി ആയിരുന്നാലും ദൂരപ്രദേശങ്ങളിലെ നിയമ നടപടികളുടെ ദൗർബല്യം ഇവിടെ സുരക്ഷയെ കുറയ്ക്കുന്നുണ്ട്. മനുഷ്യ വന്യജീവി സംഘർഷങ്ങൾ കൂടിയൊരു പ്രധാനമായിട്ടുള്ള ഭീഷണിയാണ്. കാടുകൾ മനുഷ്യവാസ മേഖലകളിലേക്ക് അടുത്താകുമ്പോൾ ചില വളർത്തുമൃഗങ്ങളെ ഇവ ആക്രമിക്കാറുണ്ട്. അതിന്റെ പ്രതികാരമായി മനുഷ്യർ ഇവയെ കൊല്ലുകയോ കുടുക്കുകയോ ഒക്കെ ചെയ്യുന്ന സംഭവങ്ങൾ റിപ്പോർട്ട് ചെയ്യപ്പെടുന്നുണ്ട്. പലപ്പോഴും ഭീതിയും തെറ്റായ ധാരണകളും ഈ സംഘർഷങ്ങൾക്ക് കാരണമാകുന്നുണ്ട്. ഭക്ഷ്യലഭ്യതയുടെ കുറവ് മറ്റൊരു പ്രശ്നമാണ്. അനധികൃത വേട്ടയും വനനാശവും മൂലം ചെറു സസ്തനികളുടെയും പക്ഷികളുടെയൊക്കെ എണ്ണം കുറയുമ്പോൾ ഏഷ്യാറ്റിക് ഗോൾഡൻ ക്യാറ്റുകൾക്ക് ആവശ്യമായിട്ടുള്ള ആഹാരം ലഭിക്കാതെ വരുന്നു. ഇത് പോഷകക്കുറവിനും പ്രജനന നിരക്ക് കുറയുന്നതിനും ആയുസ് കുറയുന്നതിനും കാരണമാകുന്നു. റോഡ് അപകടങ്ങളും അടിസ്ഥാന സൗകര്യ വികസനങ്ങളും ഇതുപോലെ തന്നെ മറ്റൊരു കാരണമാണ്. സ്വാഭാവിക ശത്രുക്കളെ പറ്റി പറയുകയാണെങ്കിൽ, പ്രായപൂർത്തിയായ ഒരു ഏഷ്യാറ്റിക് ഗോൾഡൻ ക്യാറ്റുകൾക്ക് പ്രകൃതിദത്ത ശത്രുക്കൾ വളരെ കുറവായിരിക്കും. ശക്തമായിട്ടുള്ള ശരീരഘടനയും വേട്ടശൈലിയും ഒക്കെ ഉള്ളതിനാൽ മിക്ക ജീവികളിൽ നിന്നും ഇവ സ്വയം സംരക്ഷിക്കാൻ വേണ്ടി കഴിവുള്ളവയാണ്. എന്നിരുന്നാലും ചില പ്രത്യേക സാഹചര്യങ്ങളിൽ വലുതായിട്ടുള്ള വേട്ടക്കാരുമായിട്ട് സംഘർഷങ്ങൾ ഉണ്ടാവാം. ടൈഗർ, ലെപ്പാർഡ് പോലുള്ള വലിയ മാംസഭോജികൾ ഇവയ്ക്ക് സാധ്യതയായിട്ടുള്ള ശത്രുക്കളായിട്ട് കണക്കാക്കപ്പെടുന്നുണ്ട്. ഒരേ പ്രദേശത്ത് ആവാസ വ്യവസ്ഥ പങ്കിടുമ്പോൾ പ്രദേശ സംരക്ഷണ സംഘർഷങ്ങളിലൂടെയോ അപൂർവമായിട്ട് നേരിട്ടുള്ള ആക്രമണങ്ങളിലൂടെയോ ഒക്കെ ഇവയ്ക്ക് അപകടം സംഭവിക്കാം. ഇത്തരം സംഭവങ്ങൾ വളരെ അപൂർവമായിട്ട് ഉണ്ടായിട്ടുണ്ട്. കുഞ്ഞുങ്ങൾക്ക് സ്വാഭാവിക ശത്രുക്കളുടെ എണ്ണം കൂടുതലാണ്. വലിയ പാമ്പുകൾ, വലിയ പക്ഷി വേട്ടക്കാർ, ഈഗിൾ പോലുള്ള പക്ഷികൾ, കൂടാതെ മറ്റ് മാംസഭോജി കുഞ്ഞുങ്ങളെ ആക്രമിക്കാൻ വേണ്ടി സാധ്യതയുണ്ട്. ഈ അപകടം ഒഴിവാക്കാൻ വേണ്ടി അമ്മകൾ കുഞ്ഞുങ്ങളെ വളരെ സൂക്ഷ്മമായിട്ട് ഒളിച്ചു വെക്കുകയും ആവശ്യമെങ്കിൽ അവയെ മറ്റിടങ്ങളിലേക്ക് മാറ്റുകയൊക്കെ ചെയ്യുന്നു. ചുരുക്കി ഇത് പറയുകയാണെങ്കിൽ, ഏഷ്യാറ്റിക് ഗോൾഡൻ ക്യാറ്റ് ജീവിതത്തിലെ തന്നെ ഏറ്റവും വലിയ ഭീഷണി മനുഷ്യർ തന്നെയാണ് എന്ന് വ്യക്തമാണ്. ആവാസ വ്യവസ്ഥയുടെ നാശം, അനധികൃതമായിട്ടുള്ള വേട്ട, മനുഷ്യ വന്യജീവി സംഘർഷങ്ങൾ, റോഡ് അപകടങ്ങൾ എന്നിവയാണ് ഈ അപൂർവ കാട്ടുപൂച്ചയുടെ ജനസംഖ്യ കുറയ്ക്കാൻ വേണ്ടിയിട്ടുള്ള പ്രധാനമായിട്ടുള്ള കാരണങ്ങൾ. സ്വാഭാവിക ശത്രുക്കൾ വളരെ കുറവായിരുന്നാലും മനുഷ്യനിർമ്മിത ഭീഷണികൾ നിയന്ത്രിക്കപ്പെടാതെ പോയാൽ ഇവയുടെ ഭാവി ഗുരുതരമായിട്ട് ബാധിക്കപ്പെടും. അതിനാൽ തന്നെ ശക്തമായിട്ടുള്ള വനസംരക്ഷണ നിയമങ്ങളും സമൂഹ ബോധവൽക്കരണവും ആവാസ വ്യവസ്ഥ സംരക്ഷണവും ഒക്കെ ഏഷ്യാറ്റിക് ഗോൾഡൻ ക്യാറ്റിനെ നിലനിൽപ്പിന് അനിവാര്യമാണ്. ഇനി ഏഷ്യാറ്റിക് ഗോൾഡൻ ക്യാറ്റിന്റെ സംരക്ഷണ നില, കൺസർവേഷൻ സ്റ്റാറ്റസിനെ പറ്റി നമ്മൾ നോക്കുകയാണെങ്കിൽ, ഏഷ്യയിലെ വനപരിസ്ഥിതിയുടെ ആരോഗ്യം സൂചിപ്പിക്കുന്ന ഒരു പ്രധാന കാട്ടുപൂച്ചയാണിത്. എന്നാൽ ആവാസ വ്യവസ്ഥയുടെ നാശം, അനധികൃതമായിട്ടുള്ള വേട്ട, മനുഷ്യ ഇടപെടൽ എന്നിവയുടെ പശ്ചാത്തലത്തിൽ ഈ ജീവിയുടെ നിലനിൽപ്പ് ഇന്ന് വലിയ വെല്ലുവിളിയാണ് നേരിടുന്നത്. അതിനാലാണ് അന്താരാഷ്ട്ര തലത്തിൽ തന്നെ ഇതിന്റെ സംരക്ഷണ നിലയെക്കുറിച്ച് ഗൗരവപരമായിട്ടുള്ള വിലയിരുത്തൽ നടന്നിരുന്നത്. അന്താരാഷ്ട്ര പ്രകൃതി സംരക്ഷണ യൂണിയൻ ആയിട്ടുള്ള IUCN തയ്യാറാക്കുന്ന റെഡ് ലിസ്റ്റ് പ്രകാരം ഏഷ്യാറ്റിക് ഗോൾഡൻ ക്യാറ്റ് നിലവിൽ നിയർ ത്രെറ്റൻഡ്, അപകട സാധ്യതയിലേക്ക് അടുക്കുന്ന വിഭാഗത്തിലാണ് ഉൾപ്പെടുത്തിയിരിക്കുന്നത്. ഇത് നിലവിൽ വംശനാശ ഭീഷണി നേരിടുന്ന വിഭാഗത്തിൽ പെട്ടിട്ടില്ലെങ്കിലും നിലവിലുള്ള ഭീഷണികൾ തുടർന്നാൽ അടുത്ത കാലത്ത് തന്നെ വൾണറബിൾ വിഭാഗത്തിലേക്ക് മാറാനുള്ള സാധ്യതയുണ്ടെന്നുള്ള മുന്നറിയിപ്പാണ് നൽകുന്നത്. ഈ ജീവിയുടെ ജനസംഖ്യയെക്കുറിച്ചുള്ള കൃത്യമായിട്ടുള്ള കണക്കുകൾ ലഭ്യമല്ല. കാരണം അവയുടെ രഹസ്യ സ്വഭാവവും കനത്ത വനാവരണത്തിലുള്ള ജീവിതവുമാണ്. എന്നിരുന്നാലും വിവിധ രാജ്യങ്ങളിൽ നിന്നുള്ള പഠനങ്ങൾ സൂചിപ്പിക്കുന്നത് ജനസംഖ്യ കുറയുന്ന പ്രവണതയിലേക്കാണ് എന്നാണ്. പ്രത്യേകിച്ച് ദക്ഷിണവും തെക്കുകിഴക്കൻ ഏഷ്യയിലുള്ള വനനശീകരണം ഇവയുടെ ആവാസ വ്യവസ്ഥയെ ഗുരുതരമായിട്ട് ബാധിക്കുന്നു. ചില പ്രദേശങ്ങളിൽ ഈ പൂച്ചയുടെ തൊലിക്കും ശരീരഭാഗങ്ങൾക്കും അനധികൃത വിപണിയിൽ ആവശ്യക്കാരുണ്ട്. പരമ്പരാഗത മരുന്നുകൾക്കായിട്ട് ഉപയോഗിക്കുന്നതും ഇവയെ ലക്ഷ്യമാക്കുന്നുണ്ട്. പല രാജ്യങ്ങളും നിയമപരമായിട്ട് സംരക്ഷിത ജീവിയായിരുന്നാലും നിയമങ്ങളുടെ നടപ്പാക്കൽ എല്ലായിടത്തും ഒരുപോലെ
ശക്തമല്ല. ചുരുക്കത്തിൽ പറഞ്ഞാൽ ഏഷ്യാറ്റിക് ഗോൾഡൻ ക്യാറ്റ് ഇപ്പോഴും പൂർണ്ണമായിട്ടും വംശനാശ ഭീഷണിയിൽ പെട്ടിട്ടില്ലെങ്കിലും അതിൻ്റെ സംരക്ഷണ നില അതീവ സൂക്ഷ്മമാണ്. നിലവിലുള്ള ഭീഷണികൾ നിയന്ത്രിക്കപ്പെടാതെ പോയാൽ ഭാവിയിൽ ഈ കാട്ടുപൂച്ചയുടെ നില ഗുരുതരമായിട്ട് അപകടത്തിലാകാനുള്ള സാധ്യതയുണ്ട്. അതിനാൽ തന്നെ ശക്തമായിട്ടുള്ള വനസംരക്ഷണം, നിയമ നടപടികളുടെ കർശനമായിട്ടുള്ള നടപ്പാക്കൽ, ശാസ്ത്രീയപരമായിട്ടുള്ള പഠനങ്ങൾ, സമൂഹ പങ്കാളിത്തം എന്നിവ ചേർന്ന സംയുക്ത ശ്രമങ്ങളാണ് ഏഷ്യാറ്റിക് ഗോൾഡൻ ക്യാറ്റിൻ്റെ ഭാവി സുരക്ഷിതമാക്കാനുള്ള ഏക മാർഗം. ഇനി ഇവിടെ ചരിത്ര പശ്ചാത്തലത്തെ പറ്റി നമുക്കൊന്ന് നോക്കിക്കഴിഞ്ഞാൽ ഏഷ്യാറ്റിക് ഗോൾഡൻ ക്യാറ്റ് ഏഷ്യൻ വന്യജീവി ചരിത്രത്തിൽ തന്നെ പ്രത്യേക സ്ഥാനമുള്ള ഒരു കാട്ടുപൂച്ചയാണ്. ശാസ്ത്രീയ പഠനങ്ങളിലൂടെയും പ്രാദേശിക ജനവിശ്വാസങ്ങളിലും ഒരുപോലെ തന്നെ ഇടം നേടിയിരിക്കുന്ന ഈ ജീവി ഇതിൻ്റെ അപൂർവതയും രഹസ്യ സ്വഭാവം കൊണ്ടാണ് ശ്രദ്ധേയമാകുന്നത്. കാലക്രമേണ മനുഷ്യരുടെ കാഴ്ചപ്പാടുകളും ശാസ്ത്രീയ അറിവുകളും മാറിയതോടെ ഈ പൂച്ചയെക്കുറിച്ചുള്ള ധാരണകളും ഏറെ വികസിച്ചിട്ടുണ്ട്. ഇതിൻ്റെ ചരിത്ര പശ്ചാത്തലം ഏഷ്യാറ്റിക് ഗോൾഡൻ ക്യാറ്റിനെ ആദ്യമായിട്ട് ശാസ്ത്രീയപരമായിട്ട് വിവരിച്ചത് 1827 ആണ്. ഡച്ച് സുവോളജിസ്റ്റ് ആയിട്ടുള്ള കോൺവാർഡ് ജേക്കബ് ടെമിൻഗ് ആണ് ഈ പൂച്ചയെ ശാസ്ത്രീയ ലോകത്തിന് പരിചയപ്പെടുന്നത്. അദ്ദേഹത്തിന്റെ ബഹുമാനാർത്ഥമാണ് ഈ പൂച്ചയ്ക്ക് കാറ്റോപൂമ ടെമിങ്കി എന്ന ശാസ്ത്രീയ നാമം നൽകിയിരിക്കുന്നത്. തുടക്കത്തിൽ ഇതിനെ മറ്റു കാട്ടുപൂച്ചകളുമായിട്ട് ചേർത്ത് വ്യത്യസ്ത ജനുസുകൾ ഉൾപ്പെടുത്തിയിരുന്നെങ്കിലും പിന്നീട് നടത്തിയ ജനറ്റിക് പഠനങ്ങളിലൂടെ സ്വതന്ത്രമായ ഒരു വ്യക്തമായിട്ടുള്ള സ്ഥാനം ഉറപ്പിക്കപ്പെട്ടു. പഴയകാലത്ത് ഏഷ്യയിലെ കാടുകളിൽ സഞ്ചരിക്കുന്ന വേട്ടക്കാർക്കും യാത്രക്കാർക്കും ഈ പൂച്ച ഒരു രഹസ്യ ജീവിയായിട്ട് മാത്രമേ അറിയപ്പെട്ടിരുന്നുള്ളൂ. അപൂർവമായിട്ട് മാത്രം കാണപ്പെടുന്നതിനാൽ പല പ്രദേശങ്ങളും ഇതിനെക്കുറിച്ച് കഥകളും ഐതിഹ്യങ്ങളും രൂപപ്പെട്ടു. ചില സംസ്കാരങ്ങളിൽ ഈ പൂച്ചയെ കാടുകളുടെ കാവൽക്കാരായിട്ട് അവശേഷിപ്പിച്ചിരുന്നുവെന്നും രേഖകൾ സൂചിപ്പിക്കുന്നുണ്ട്. ശാസ്ത്രീയമായിട്ട് ഏറെക്കാലം ഈ പൂച്ചയെക്കുറിച്ചുള്ള വിവരങ്ങൾ പരിമിതമായിരുന്നു. 20-ാം നൂറ്റാണ്ടിന്റെ അവസാന ഘട്ടത്തിൽ ക്യാമറ ട്രാപ്പ് പോലുള്ള ആധുനിക സാങ്കേതിക വിദ്യകൾ വന്യജീവി പഠനത്തിൽ വ്യാപകമായതോടെയാണ് ഈ ഏഷ്യാറ്റിക് ഗോൾഡൻ ക്യാറ്റിന്റെ പെരുമാറ്റം, ആവാസ വ്യവസ്ഥ, സജീവ സമയം എന്നിവയെക്കുറിച്ചുള്ള കൂടുതൽ വ്യക്തമായിട്ടുള്ള അറിവുകൾ ലഭിക്കാൻ വേണ്ടി തുടങ്ങിയത്. ചുരുക്കി പറയുകയാണെങ്കിൽ ഏഷ്യാറ്റിക് ഗോൾഡൻ ക്യാറ്റിന്റെ ചരിത്രം മനുഷ്യ അറിവിന്റെ വികസനത്തോടൊപ്പം തന്നെ വളർന്നു വന്നതാണ്. ഒരു കാലത്ത് ഐതിഹ്യങ്ങളിലൂടെയും അപൂർവ കാഴ്ചയിലും ഒതുങ്ങിയിരുന്ന ഈ കാട്ടുപൂച്ച ഇന്ന് ശാസ്ത്രീയ ഗവേഷണങ്ങളിലൂടെ കൂടുതൽ വ്യക്തമായിട്ട് മനസ്സിലാക്കപ്പെടുന്നുണ്ട്. ഇതിന്റെ വർണ്ണവൈവിധ്യം, രഹസ്യ സ്വഭാവം, വിശാലമായിട്ടുള്ള ആവാസ പരിധി എന്നിവയാണ് ഈ ജീവിയെ പ്രകൃതിയിലെ ഏറ്റവും കൗശലകരമായിട്ടുള്ള കാട്ടുപൂച്ചകളൊന്നാക്കി മാറ്റുന്നത്. ഇത്രയാണ് നമ്മുടെ ഏഷ്യാറ്റിക് ഗോൾഡൻ ക്യാറ്റിന്റെ വിശദമായിട്ടുള്ള വിവരങ്ങൾ. ഇനി അടുത്ത ജീവിയുടെ വിശേഷമായിട്ട് അടുത്ത വീഡിയോയിൽ കാണാം. ബൈ.